ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2025 ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അത് എന്താണെന്ന് പറയുക, പുതിയൊരു കിടിലൊരു ഐറ്റമാണ് ഈ കോഴിയുടെ പാഴ്സൽ എന്ന് പറയും. പാഴ്സൽ മാങ്ങാണ്ടി കരലും എല്ലാം കൂടെ ഉള്ള സാധനമാണ്. അത് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയാണ്. ഇതാണ് സാധനം. ഇവരെ നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് വെട്ടി നല്ല പീസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചാക്കണേ. പിന്നെ ആദ്യത്തെ വീഡിയോ 2025 എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ എന്ന വാക്കുകളോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ നെയ്യൊക്കെ എടുത്താൽ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം. പിന്നെ ചെറിയ റോസ്റ്റിനായിട്ടുള്ള ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. ഇവനെ ക്ലീനാക്കി പീസാക്കിയിട്ടുണ്ട്. ഇവനെ നമുക്ക് കഴുകിയെടുക്കാം. വൃത്തിയായിട്ട് 2 പ്രാവശ്യം നമുക്ക് കഴുകാം. ലാസ്റ്റ് കഴുക്കം കഴിഞ്ഞു. ഇത് പാലാനായിട്ട് നമുക്ക് വെക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇവരെ നമുക്ക് വേകാനായിട്ട് വെക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ഇറങ്ങും. നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണ് ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനകത്തൊക്കെ വേകാനായിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം. വേഗത്തെ അവൻ വേഗത്തെ സമയം കൊണ്ട് നമുക്ക് 5-6 സവോളയും 3 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും ശകലം ഇഞ്ചിയും കൂടെ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. വെന്തിട്ടുണ്ട്. ഇവനെ നമുക്ക് താത്ത് വെക്കാം. ഇതിൻ്റെ സവോളയൊക്കെ നമുക്ക് വഴുത്താനായിട്ട് പോകും. വഴുത്താനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ സവോള കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം. പിന്നെ നല്ലപോലെ നമുക്ക് വഴത്തിയെടുക്കാം. സവോളയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. കരിവേപ്പില കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വഴലാൻ വേണ്ടി. നാടൻ കരിവേപ്പില, നല്ല മണം. തക്കാളിയും സവളയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നാൽ 2 ടീസ്പൂണ് മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂണ്, കുരുമുളക് പൊടിയാണ് ഇതിന് പ്രധാനപ്പെട്ടത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഉപ്പ് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇത്രയിട്ട് നല്ലതായിട്ടൊന്ന് വഴത്തിയെടുക്കാം. ഇത് നല്ല വഴന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച് ഈ പാഴ്സൽ കൂടി ഇട്ട് കൊടുക്കാം.
നല്ലപോലെ ഇളക്കി കൊടുക്കും. നല്ല മണമൊക്കെ അടിച്ചു തുടങ്ങി. എൻ്റെ അമ്പമ്പോ ഈ കൊതിയാകുന്നു കഴിക്കാനായിട്ട്. ചിക്കൻ പാഴ്സ് എന്ന് പറയാൻ സൂപ്പർ സാധനം. കരളും മാങ്ങായും എല്ലാം കൂടെ ആകുമ്പോഴത്തേനെ സൂപ്പർ സാധനമാണ്. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും മറന്നു പോകല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബെല്ലൂടെ അടിച്ചേക്കണേ. നല്ല വള്ളുന്നതിൻ്റെ നല്ല മണം, നല്ല മണം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇവരെ എനിക്ക് കഴിക്കാനാണ് കൊതി വരുന്നു. നല്ല പാലപ്പവും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. സൂപ്പർ സാധനം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ട്. എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. എന്നാന്ന് വെച്ചാൽ മസാലയും നല്ല വേഗവും ചെയ്തു. എന്താ ഈ പാലപ്പത്തിൻ്റെ കൂടെ കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. എൻ്റെ അമ്പമ്പോ ഒരു രക്ഷയില്ല. പാലപ്പത്തിൻ്റെ കൂടെ കഴിച്ചപ്പോഴത്തേന് എന്തോ ഇന്നത്തെ ഒരു ദിവസത്തേന് ഇത് മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് പറയാൻ വാക്കുകളില്ല എന്താണെന്ന്. നിങ്ങളിത് ഇത് മേടിച്ച് പാഴ്സ് മേടിച്ച്, കരളും മാങ്ങാണ്ടിയുമാണ് എൻ്റെ പേര്. അത് മേടിച്ച് നിങ്ങൾ റോസ്റ്റ് ചെയ്ത് കഴിക്കണം. പക്ഷേ നിങ്ങളൊരു കാര്യം മറക്കല്ലേ, എന്നെ മറന്നു കളയല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. സബ്സ്ക്രൈബർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഇത് കഴിച്ചു നോക്കാം. ഒന്നും എനിക്ക് കൊതിയാകുന്നു. വീഡിയോ പിന്നെ കാണാമെന്ന് അവനോട് പറയുന്നുണ്ട്. ഈ സാധനം ഇഷ്ടപ്പെടാത്തവർ വരെ ഇത് കഴിച്ചു. എന്നാന്ന് വെച്ചാൽ അതുപോലത്തെ സാധനം, സൂപ്പർ സാധനം. അപ്പം ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക്